സ്റ്റെഫിൻ്റെ അടക്കം കോട്ടയം പാമ്പാടി നടക്കുകയാണ് എന്ന് പറഞ്ഞു. സ്റ്റെഫിൻ എബ്രഹാം സാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഈ ചടങ്ങിൽ NBTC ഉടമ KG എബ്രഹാം വളരെ വികാരഭരിതമായി സംസാരിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തീപിടിച്ച നല്ല നിലയിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപകടത്തിൽപ്പെട്ട ആരെയും കൈവിടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഞങ്ങളോടുകൂടെ 4-5 വർഷം ഉണ്ടായിരുന്നു. അവനൊരു വളരെ ടാലൻറ്റഡ് ബോയ് ആയിരുന്നു, നല്ല കഴിവുള്ള. അവരൊക്കെ ഒരു ക്രിസ്മസും ഞങ്ങളുടെ ഓരോ പ്രോഗ്രാംസ്, ഞങ്ങൾക്ക് ആനുവൽ പ്രോഗ്രാംസ് വരുമ്പോൾ ആ ടീമിനെ ഓർഗനൈസ് ചെയ്ത് പാട്ട് പാടുകയും പ്രോഗ്രാം നടത്തുകയും ഒക്കെ ചെയ്യാൻ അത്ര നല്ല ഒരു കഴിവുള്ള ഒരു മോനായിരുന്നു. ദൈവം നല്ലവരെയാണല്ലോ നേരത്തെ വിളിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവൻ്റെ അമ്മ ഷേർലി എന്ന് പറയുന്നത് എൻ്റെ ഒരു മോളാണ്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു NBTC ഉടമ KG എബ്രഹാം. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ടോബി ജോൺസൺ കൂടി കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ടോബി, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN വളരെ ദുഃഖം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും ലോകത്തിനെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമായി പോയി ഈ NBTC എന്ന് പറയുന്ന സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തം. മലയാളികൾക്കും വലിയ ദുഃഖമുണ്ടായി. കോട്ടയത്ത് 3 പേരായിരുന്നു മരിച്ചത്. അതിൽ അവസാനത്തെ ആളുടെ അല്ലെങ്കിൽ സ്റ്റെഫിൻ്റെ സംസ്കാരമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. രാവിലെ തന്നെ വീട്ടിലേക്ക്, മന്ദിരം ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ 3 ദിവസമായി മൃതദേഹം സൂക്ഷിച്ചത്, അവിടെ നിന്നും വീട്ടിലേക്ക് എത്തിച്ചു. അതിനുശേഷം സ്റ്റെഫിൻ പണിതുകൊണ്ടിരുന്ന വീട്ടിൽ അടുത്ത മാസം കയറിത്താമസം നടത്താനിരുന്ന ആ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്ന് ആ നിമിഷങ്ങൾ ഒരുപക്ഷെ അവിടെ കണ്ടു നിന്നവരുടെ പോലും കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകളായിരുന്നു ആ ഒരു കാഴ്ച. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പൊതുദർശനമായി സമീപത്തുള്ള ഒരു ഹാളിൽ വെച്ച് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. അവിടേക്കാണ് NBTCയുടെ ചെയർമാനായിട്ടുള്ള ഉടമസ്ഥനായിട്ടുള്ള KG എബ്രഹാം എത്തിയത്. അദ്ദേഹവും വികാരഭരിതനായി സംസാരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിച്ചത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഈ കുടുംബങ്ങളെ ഒന്നും തന്നെ കൈവിടില്ല എന്നുള്ളൊരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. നിരവധി പേർ എത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്റ്റെഫിനെ കുറിച്ച് പറയുമ്പോൾ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തെ ഒരു കരകയറ്റാൻ വേണ്ടി ജോലിക്ക് പോയ ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി അച്ഛനും അമ്മയും വാടകയ്ക്ക് താമസിക്കുകയാണ് പാമ്പാടിയിൽ. അതിൽ നിന്നും ഒരു സ്വന്തമായൊരു ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വിയോഗം സ്റ്റെഫിനുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദുഃഖമാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും എല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു സ്റ്റെഫിൻ. ആ ഒരു ദുഃഖത്തിൻ്റെ ഒരു ആഴം നമുക്ക് ഈ ചടങ്ങിൽ, സംസ്കാര ചടങ്ങിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പൊതുദർശന ചടങ്ങിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. SKN എത്തുന്ന ടോബി ജോൺസൺ സംസാരിക്കുകയായിരുന്നു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച പാമ്പാടിയിലെ സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെ സംസ്കാര ചടങ്ങിലായിരുന്നു NBTC ഉടമ KG എബ്രഹാം പങ്കെടുത്തത്.